അടിപൊളി പടമാണ്. ഫാമിലി സ്റ്റോറിയാണ്. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നടന്ന ഒരു സ്റ്റോറിയാണത്. നല്ല അടിപൊളിയായിട്ട് ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാസ്റ്റിംഗ് ക്രൂസും കൊള്ളാം. നല്ലൊരു സ്റ്റോറി. അവസാനം കരഞ്ഞു പോകും. ഇമോഷണലാണോ? ഇമോഷണൽ അവസാനം കരഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ സാധാരണക്കാരുടെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. സെക്യൂരിറ്റി ജീവനക്കാരുടെ ഒരു സ്റ്റോറിയാണ്. ആലപ്പുഴ ജില്ലയിൽ നടന്ന സ്റ്റോറി. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു കനകരാജ്യം? കനകരാജ്യം എന്ന് പറയുന്ന പടം ഒരു നമ്മുടെ എല്ലാം ചുറ്റുപാടുകൾ നമ്മൾ കാണാതെ വിട്ടുപോയിട്ടുള്ള ചില മനുഷ്യരുടെ കഥയാണ്. കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ളെങ്കിൽ പോലും ഉള്ള കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിൽ അവരുടെ പ്രകടനം കൊണ്ട് കാഴ്ചവെക്കാൻ സാധിച്ചു. കൊച്ചു സിനിമയാണ്. ആദ്യം വലിയ വലിയ സ്റ്റാർ വാല്യുള്ള നടന്മാരൊന്നും കൊണ്ടൊന്നും നമുക്ക് അവകാശപ്പെടില്ല. എങ്കിൽ പോലും മുരളി ഗോപി എന്ന നടൻ്റെ പ്രകടനം എടുത്തു പറയത്തക്കതാണ്. അതോടൊപ്പം തന്നെ കൂടെ നിന്ന് അഭിനയിച്ച രാജേഷ് ശർമ്മ, ഇന്ദ്രൻ തിയേറ്റർ, ഇങ്ങനെയുള്ള 3-4 കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിനെ ശരിക്കും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. ഒരു നല്ലൊരു പടമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പടം. ഇതിൽ കാണാൻ പറ്റിയ പടം. അടിപൊളി പടം. അഭിനയം വെച്ചാൽ മുരളിഗോപിയുടെ അഭിനയം സെൻട്രലിനെ പറയേണ്ട ആവശ്യമില്ല. ഇത് നടന്നില്ല. രാജേഷ് ശർമ്മ അയാൾ അടിപൊളിയായിട്ട് ബൈക്ക്. എങ്ങനെയാണ് ഇന്ദ്രൻ ചേട്ടനൊക്കെ? ഇമോഷണൽ എന്ന് പറയുമ്പോൾ ഓരോ സാധാരണക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് പ്രതിസന്ധികൾ ഞാൻ പറയുന്നില്ല, പറഞ്ഞാലൊക്കെ കഥാപാത്രങ്ങളുണ്ടാവും. ഇമോഷണലാണോ? ഇമോഷണലാണ്, എന്നാൽ സങ്കടമല്ല, സന്തോഷമാണ്. ഇപ്പോഴും നല്ല മനസ്സുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ സിനിമ. ഇഷ്ടപ്പെട്ടോ? ഇമോഷണലാണോ? ഇന്ദ്രൻ ചേട്ടനൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? കരഞ്ഞോ? ഇമോഷണലാണോ? നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യുന്ന മൂവിയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്ദ്രൻ ചേട്ടൻ്റെ മുരളി ഗോപിയുടെ ഒക്കെ പെർഫോമൻസ്? ഇമോഷണലാണോ? ശരി. നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടോ സമൂഹത്തിന്? ഇപ്പൊ സാധാരണ ആൾക്കാർക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് ഒരു സ്റ്റോറി. ശരിക്കും ഒറിജിനലായിട്ട് നടന്ന ആലപ്പുഴയിൽ നടന്നൊരു കഥയാണ്. ആ ഒരു സ്റ്റോറി ശരിക്കും കുറേ ആൾക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്മുടെ ദേശത്തിൽ നടക്കുന്നുണ്ട് ശരിക്കും. ആക്ച്വലി കുറേ മരണങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ശരിക്കും അനുഭവിച്ചു. ഇങ്ങനെ സങ്കടപ്പെടാനൊക്കെ ഉണ്ടോ? ഇന്ദ്രൻ ചേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?